ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു ആനിമേഷൻ മൂവീനെ പറ്റി പറയാൻ നിൽക്കുകയാണ്. സുസുമെ. സുസുമെ എന്ന് പറയുന്നത് ഒരു അഡ്വെഞ്ചർ ആക്ഷൻ മൂവിയാണ്. 2022 റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിനിമയാണ്. ആൻഡ് ഏകദേശം 2 മണിക്കൂറും 2 മിനിറ്റും ദൈർഘ്യമുള്ള സിനിമയാണ്. ആൻഡ് IMDbയിൽ ഏകദേശം 7.7 ഔട്ട് ഓഫ് 10 റേറ്റിങ്ങിലും അതിനോടൊപ്പം തന്നെ മുന്നോട്ട് ആൾക്കാർക്ക് എന്നിട്ട് പറയുക ഒന്നും കൂടി കാണാൻ എന്നിട്ട് പ്രകോപിപ്പിക്കുന്ന ഒരു തരം മൂവിയാണത്. അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ ഡയറക്ടർ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഡയറക്ടർ പല ആനിമേഷൻ സിനിമകളിലും പല ഹിറ്റ് സിനിമകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സ്റ്റോറി അത്രത്തോളം നല്ലതാണ്. ബട്ട് സ്റ്റോറി ഞാൻ വീണ്ടും കാണാൻ നിങ്ങൾക്ക് സബ് ടു യു ഗൈസ്. അത് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ വേണ്ടി കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ്, ഓരോരുത്തരുടെ ഓരോ മെൻറ്റാലിറ്റിയാണ്. നിങ്ങൾ എടുക്കുന്ന പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബട്ട് ഇതിലൊരു നല്ലൊരു എന്നിട്ട് പറയുക മോറൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഓവറോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ടൈം പാസ് മൂവി എന്ന് ഞാൻ പറയുള്ളൂ. ഒരു വലിയൊരു എന്നിട്ട് പറയുക ഡിസാസ്റ്ററിനെ നേരിടാൻ വേണ്ടി 2 ടീനേജേഴ്സ് ഒരുമിച്ച് പോവുകയും അത് തടുക്കുകയും അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുകയും, ലോകമല്ല ജപ്പാനാണ് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് എവിടെയാണോ ഡയറക്ടർ എവിടെയാണോ എല്ലാ ഡയറക്ടർ ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ ഇന്ത്യൻ ഡയറക്ടർ ആണെങ്കിൽ ഇന്ത്യക്ക് വരാൻ പോകുന്ന വലിയൊരു യുദ്ധത്തിനെ പറ്റിയായിരിക്കും പോർട്രേ ചെയ്യുക. ഇപ്പോൾ ജാപ്പനീസ് ഡയറക്ടർ ആണെങ്കിൽ ജപ്പാനിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. ജപ്പാനിൽ ലോകഭീഷണി ഉണ്ട്, ആരും സഹായിക്കില്ല, മിലിറ്ററി ഒന്നും, എല്ലാവരും കൂടെ ഉറങ്ങായിരിക്കും, കുറേ നേരം ഉറങ്ങായിരിക്കും. ആൻഡ് അവർ ഈ 2 ആൾക്കാരായിരിക്കും രക്ഷിക്കുക. ബട്ട് ഇതിലതിൽ ഒരു സെൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഇതിൽ നമ്മളങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസാസ്റ്റർ അല്ല. ബേസിക്കലി ഇതൊരു മിത്തിക്കൽ, ഒരു തരം എക്സ്ട്രാ ഡയമെൻഷനൽ വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു പവർ ഓരോ വാതിലുകളിൽ കൂടെ പ്രവേശിക്കുന്നതാണ്. അതായത് എല്ലാ കൺട്രിയിലും പോലെ ഓരോ മിത്ത് ഉണ്ടല്ലോ. ജാപ്പനീസ് മിത്തിൽ അക്കോർഡിംഗ്ലി അണ്ടർ വേൾഡ് ഉണ്ട്, മുകളിൽ ജീവിക്കുന്ന ആൾക്കാർ അതിൻ്റെ മുകളിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് പവർ ഓരോ ഡോറുകളിൽ ഓരോ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ജപ്പാൻ്റെ പല ഭാഗത്തും. അപ്പോൾ ഇതെല്ലാം ഈ ഡോറുകളെല്ലാം ആരും അങ്ങനെ മിസ്യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ തുറക്കാതിരിക്കാനായിട്ട് ഒരു ചെക്കനുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ ചെക്കനാണ് ഇതിലെല്ലാം മെയിൻ ഹീറോ. അത് ലേറ്റർ ഒരു തരം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറും. അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ചെക്കൻ്റെ മെയിൻ റോൾ എന്ന് വെച്ചാൽ ഇതുപോലത്തെ എല്ലാ സ്ഥലങ്ങളിലും പോയി ഈ ഡോറുകളെല്ലാം നന്നായിട്ട് വർക്കിംഗ് ആണോ അതോ വല്ല കുഴപ്പങ്ങളുണ്ടോയെന്ന് നോക്കി എല്ലാം സെറ്റാക്കുന്നതാണ്. ഇത് ഇവൻ്റെ ജനറേഷൻ ഫുള്ള് ഇതേ പരിപാടിയായിരുന്നു. ഇവൻ്റെ അപ്പൂപ്പനായിരുന്നു അവസാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് അത്യാവശ്യം കുറച്ച് ബേർഡനും ഉണ്ട്. അതിനെക്കുള്ള വേറൊരു ഫാമിലി പ്രഷറും ഉണ്ട് അതിൻ്റെ മുകളിൽ. വേറൊരു ക്യാരക്ടറാണ് സുസുമെ. ഇതിൽ ഒരു ഫീമെയിൽ ലീഡ് റോളാണ്. ഫീമെയിൽ ലീഡ് റോൾ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിയാണ് ഇതിൽ മെയിൻ ഒരു ഹൈലൈറ്റ് കാണിക്കുന്നത്. ഇവർ 2 പേരും ഒരുമിച്ച് കണ്ടുമുട്ടുകയും ഇവരുടെ ട്രാവലാണ് മെയിൻലി. അഡ്വഞ്ചറസ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുകയും ഇവർ പല ആൾക്കാരെ കാണാനിടയാകുകയും അങ്ങനത്തെ ഒരു കഥയാണ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 2-3 ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 പൂച്ചകളുണ്ട്. അത് ആ 2 പൂച്ചകൾ നല്ല ക്യൂട്ടാണ്. ഒരെണ്ണം സഹിക്കാൻ പറഞ്ഞാൽ ഒരു കറുപ്പ് പൂച്ചയുണ്ട്. അതിൻ്റെ ഒരു അപ്പിയറൻസ് കണ്ടപ്പോൾ തന്നെ കിളി പോയി. കാരണം അത്രയും ഒരുതരം ഹൊറിഫൈയിങ് സീനായിപ്പോയത്. അത് കാണുന്നവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഒരു പൂച്ച എന്താണ് സിമ്പിളൈസ് ചെയ്യണമെന്ന് അവസാനം നമുക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും, ഈ പൂച്ച എന്താണ് ഇവിടെ അങ്ങനെയാണ് എന്നിങ്ങനെയാണ്. അപ്പോൾ ഐ ഡു അഡ്വൈസ് യു ടു വാച്ച് ദ മൂവി ഫസ്റ്റ് ആൻഡ് ദെൻ റിവ്യൂ കാണുന്നതായിരിക്കും നല്ലത്. കുറേ പേര് റിവ്യൂ കണ്ടിട്ടായിരിക്കും ഒരു മൂവി കാണാതെ. അപ്പോൾ ഞാനൊരു മൂവിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നല്ലതും പൊട്ടേക്ക് പറയണമല്ലോ. അപ്പോൾ അങ്ങനെ ഓവറോൾ ഒരു നല്ല മൂവിയാണ്, കണ്ടിരിക്കാം. ജാപ്പനീസ് ആനിമേഷൻ, നല്ല നല്ല കളർഫുൾ സീൻസും മ്യൂസിക്കും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവിയാണിത്. ഇത് എനിക്ക് പേഴ്സണലി യുവർ നെയിം എന്ന പോലത്തെ ഒരു മൂവീനെ അത്ര എടുത്തില്ലെങ്കിലും ബട്ട് ടുവേർഡ്സ് ഒരു മിഡിൽ പാർട്ടൊക്കെ നല്ല രസമുണ്ട്. മിഡിൽ പാർട്ടൊക്കെ അവരുടെ ജേർണി നല്ല രസമുണ്ട്. ഇതിൽ ഒരു മെയിൻ കാസ്റ്റ് പറയുന്നത് ഡൈജിൻ്റെ റോൾ നല്ല രസമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു. സൗത്ത, പിന്നെ തോമായ സെരിസാവ, പിന്നെ സുസുമെ. പിന്നെ ഈ സുസുമയുടെ ഒരു ആൻറ്റി ഉണ്ട്. സുസുമ എന്ന് വെച്ചാൽ ഒരു സ്കൂൾ ലെവലാണ്. അപ്പോൾ ഇവളുടെ അമ്മേനെ പറ്റിയുള്ളൊരു പാസ്റ്റ് ലൈഫ് മെമ്മറി അവൾക്ക് എന്തോ അവളുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മൂവിയിൽ. അത് അവസാനം നമുക്ക് ക്ലിയർ ആവും എന്തായിരുന്നു സംഭവം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇവളുടെ ആൻറ്റി, പുള്ളിക്കാരി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മറക്കാതെ ഒന്ന് ഒബ്സർവ് ചെയ്തോളൂ ആ ഒരു ക്യാരക്ടറുടെ ത്രൂ ഔട്ട് ഫിലിം എന്താണ് റോളെന്ന്. എനിക്കിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഒന്ന് ആ കറുത്ത പൂച്ച,
പിന്നെ സുസൂമ ഇഷ്ടപ്പെട്ടു. പിന്നെ സെറിസാവ, അതിന് ആൻറ്റി. സോത്താക്ക് ഇങ്ങനെ വലിയ റോളൊന്നുമില്ല. ബട്ട് ഈ പുള്ളിക്കാരെന്ന് വെച്ചാൽ ഇവൻ എന്ന് വെച്ചാൽ ഈ ഒരു കേഴ്സ്ഡ് ഡോർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ ഡയമെൻഷണൽ ത്രെട്ട് പുറത്ത് വരും, ഈ വാതിൽ കൂടെ എല്ലാം പുറത്ത് വരും, എന്നിട്ട് അതൊരു എർത്ത് ക്വേക്ക് ആയിട്ട് വരും. അപ്പോൾ ജപ്പാനിൽ എർത്ത് ക്വേക്ക് സ്വാഭാവികമാണ്, കാരണം എർത്തിൻ്റെ അടിയിലുള്ള ക്രേറ്റ്സേഴ്സ് ജോഗ്രഫി ആയിപ്പോവും. അപ്പോൾ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഓരോ സാധനങ്ങൾ ഈ എന്താ പറയുക, ഇപ്പോൾ ഇത് വാതിലാണെങ്കിൽ ഇത് ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് വന്ന് ഒരു സർട്ടൻ ഹൈറ്റ് എത്തുമ്പോൾ തന്നെ കൊലാപ്സായി ഭൂമിയിൽ വീഴും. അപ്പോൾ ഒരു വലിയൊരു മാസ് എർത്ത് ക്വേക്ക് ഉണ്ടാവും. അപ്പോൾ ആ എർത്ത് ക്വേക്ക് കുറേ എല്ലാം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ജപ്പാൻ ഫുള്ള് തകർന്നു പോകും. അങ്ങനെയൊക്കെയാണ് കഥയിൽ പറയുന്നത്. എന്താണെന്ന് ആർക്കറിയാം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു തിയറി. അങ്ങനെ അപ്പോൾ ഓവറോൾ നല്ലൊരു മൂവിയാണ്. ഡെഫ് നോട്ട് വാച്ച് ആണ്. അപ്പോൾ നിങ്ങൾ എന്തോരം പേരും ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാണാൻ ശ്രമിക്കുക. ഇത് ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായാലും പല പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല മൂവീസൊന്നും, അല്ലെങ്കിൽ ഒരു റിവ്യൂ. ഞാൻ ഇതുപോലെ തന്നെ വേറൊരു 2 വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറെ വീഡിയോസ് ഞാൻ വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ പോട്ടെ, ബൈ.